RIC ട്രോയ്ക്ക ഇത് വളരെ കാലമായി കേൾക്കുന്ന ഒന്നാണെങ്കിലും ഈ അടുത്ത കാലത്താണ് ഇത് വലിയ ചർച്ചയായി മാറുന്നത്. കഴിഞ്ഞ ദിവസം നാറ്റോ മേധാവി മാർക്ക് റുട്ടയുടെ ഒരു പ്രസ്താവന ഇതിലേക്കാണ് നയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് നാറ്റോ രാജ്യങ്ങൾ സർവ്വസജ്ജമായിരിക്കണം, ഏത് നിമിഷവും ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകും, ചൈനയും റഷ്യയും അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ്. അതിന് പിന്നിൽ ഇന്ത്യയുടെ പരോക്ഷമായ സഹായം ഉണ്ടാകുമെന്ന് ചില വിദഗ്ധരും പറയുകയുണ്ടായി. ഏതായാലും ഇതിന് ബലം പകരുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ നീക്കം നടക്കുന്നത്. RIC ഫോർമാറ്റ്, അതായത് റഷ്യ, ഇന്ത്യ, ചൈന, ഈ മൂവർ സഖ്യത്തിന്റെ ഒരു ഫോർമാറ്റ് അണിയറയിൽ ഒരുങ്ങുന്നു. അതിന്റെ ഊർജിതമായ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നു. റഷ്യൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി റുഡിൻകോ ഈ നീക്കം തുടങ്ങിയതായിട്ട് റഷ്യ വാർത്താ പോർട്ടൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസുറ്റിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസുറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ സഖ്യത്തിൻ്റെതായി 23 യോഗങ്ങൾ നിലവിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഷാങ്ഹായ് ഉച്ചകോടിയിലായി ചൈനയിലേക്ക് എത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രിയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും ചൈനീസ് വിദേശകാര്യമന്ത്രിയും ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. ഇത് എത്രയും പെട്ടെന്ന് കരുത്ത് ആർജിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കാരണം ബ്രിക്സ് എന്ന ആ ഒരു കൂട്ടായ്മയുടെ സ്ഥാപകരാണ് ഈ 3 രാജ്യങ്ങളും. ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ ചേർന്നിട്ടാണ് ബ്രിക്സ് സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്ക് സുരക്ഷ നൽകേണ്ടതും സമാധാനം നൽകേണ്ടതും അവരുടെ വികസനം ത്വരിതപ്പെടുത്തേണ്ടതും ഈ 3 രാജ്യങ്ങളുടെയും ആ ഒരു കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ വേഗത്തിൽ ഇതിന്റെ നീക്കങ്ങൾ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ മാധ്യമം, അതായത് റഷ്യൻ മാധ്യമമായ ഇസ്വേറ്റിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഇത് പ്രാദേശിക വിഷയങ്ങളും ലോകത്തെ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ് എന്നും ലോകത്തെ സമാധാനം, സുരക്ഷ, സ്ഥിരത, പുരോഗതി എന്നിവ നിലനിർത്താൻ സഹായിക്കുന്നതിന് ഉതകുന്ന ഒരു ഫോർമാറ്റിൽ ഒരു സഖ്യമാണ് എന്നുമാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ ചൈന സംഘർഷം 2020 വന്നതിന് ശേഷമാണ് ഈ സഖ്യത്തിന്റെ സാധ്യതകൾ മങ്ങിത്തുടങ്ങിയത്. അതിനു മുമ്പ് കോവിഡ് വന്നപ്പോൾ സാധ്യതകൾ മങ്ങിത്തുടങ്ങിയിരുന്നു. ഈ അടുത്ത സമയത്ത് നരേന്ദ്രമോദി മോസ്കോയിലെത്തുകയും വ്ളാഡിമിർ പുടിനുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇന്ത്യ ചൈന അതിർത്തികളിൽ മഞ്ഞുരുകുകയും പ്രശ്നങ്ങൾ ഒരു ചെറിയ രീതിയിലെങ്കിലും പരിഹരിക്കാൻ കഴിയുകയും ചെയ്തിരുന്നു. അതെല്ലാം ഈ സഖ്യം പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം. ലോകം ഇപ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഏഷ്യയിലെ തന്നെ കരുത്തരായ, ഇല്ലെങ്കിൽ ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കരുത്തരായ 3 രാജ്യങ്ങൾ ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്.